അങ്ങനെ ഗൈസ് നമ്മൾ റാമനെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ തന്നെ താഴെയുള്ള ഒരു സ്ഥലത്താണ് പോയത്. അപ്പം എന്തായാലും നമ്മളിതേ ഇവിടെ വന്നിരുന്നു. ബട്ട് ആ പെയിൻറ്റർ എന്തോ അങ്ങനെ വരയ്ക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വിചാരിച്ചു എന്തൊരു പന്തികേടുണ്ടല്ലോ. അപ്പോൾ അവർ പറഞ്ഞു പൈസ തന്നെ. അപ്പോൾ ഞാൻ വെച്ചാൽ വേണ്ട എനിക്ക് വേണ്ട, ഞാൻ വരയ്ക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പിന്നെ പറഞ്ഞ് ഞാൻ നേരെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ ദൈവം കൊണ്ടിട്ട് ബലൂണാണ് സത്യം പറഞ്ഞാൽ കണ്ട റിയൽ പപ്പി പോലെ തോന്നിപ്പിക്കുക അല്ലേ. ആ ഒരു പപ്പി ഞാനവിടെ പെറ്റ് ഷോപ്പിൽ കണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഞാൻ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ ബർഗറിൻ്റെ ഷോപ്പ് കണ്ടേ. അപ്പം തന്നെ ഞെട്ടി, പെട്ടെന്ന് ടട്ടാ എന്ന് പറഞ്ഞത് കണ്ടതാണ്. ഞാൻ അവിടെ ഒരു എൻവലപ്പ് ബോക്സോടെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് മെജീഷ്യനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറവ എടുത്ത് കൊടുത്തു. അപ്പോൾ അവരൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നല്ല ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ബർഗർ ഷോപ്പ് കണ്ടു ഗൈസ്. ഞാൻ അതിന് മുമ്പ് ഇതൊക്കെ ഇങ്ങോട്ട് ഇട്ടൊക്കെ തന്നെ കാണിക്കുകയായിരുന്നു. അതിനാകുമ്പോൾ ഞാൻ പെട്ടെന്ന് ബർഗർ ഷോപ്പ് കണ്ട് അവിടെ പോയി കഴിഞ്ഞപ്പോൾ ആ പട്ടിക്കുട്ടി എടാ ഫസ്റ്റ് കേസ് കഴിഞ്ഞു എന്ന് ഞാൻ പെട്ടെന്ന് വിചാരിച്ചേ. അസൈൻമെൻറ്റ് അപ്പോൾ ഞാൻ അയാളെ മേഡത്തിനെ വിളിച്ചൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ ഞാൻ ഫോട്ടോ നോക്കി, ശരിക്കും വ്യക്തമായിട്ട് നോക്കിയപ്പോൾ ബർഗർ കണ്ടപ്പോൾ ഞാൻ ഇവിടെ വന്നതാണ് ഗൈസ്. എന്നിട്ട് എത്ര നന്ദി പറഞ്ഞെന്നറിയാമോ, ഭയങ്കരമായിട്ട് തന്നെ നന്ദി പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ വന്നപ്പോൾ ബർഗർ ഷോപ്പ് കണ്ടതാണ്, അപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ് എന്നൊക്കെ തന്നെ പറഞ്ഞ്. അവരോട് താങ്ക് യു സോ മച്ച് താങ്ക് യു. ഞാൻ പറഞ്ഞു മേടിച്ചരാം എന്നൊക്കെ തന്നെ പറഞ്ഞ് അത് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കരമായിരുന്നു. എനിക്ക് എത്ര ഭയങ്കര പറഞ്ഞാൽ എത്തത്തില്ല, കാരണം അത്രയ്ക്കും ഒരു ഹാപ്പിയായിരുന്നു. കാണാനില്ലാത്തൊരു പട്ടിക്കുട്ടിനെ കിട്ടിക്കഴിയുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, അത് വേറെ തന്നെയാണ് മോനെ. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു ഒരു ബർഗറൊക്കെ പറഞ്ഞു. ഞാൻ വേണ്ട എന്നൊക്കെ തന്നെ പറഞ്ഞെങ്കിൽ അവർ പറഞ്ഞു ബർഗർ കഴിച്ചിട്ടൊക്കെ തന്നെ പോയാൽ മതി എന്നൊക്കെ തന്നെ പറഞ്ഞ് നമ്മൾ ബർഗർ കഴിക്കാനായിട്ടിരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് ഷെഫിൻ്റെ പേരാണ് കെൻ. അപ്പം മീറ്റ് മിസ്റ്റർ കെൻ. അപ്പം കുറേ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഫുള്ളി ടയേർഡായിരിക്കുകയാണെന്നൊക്കെ തന്നെ പറഞ്ഞ്. ഒരാളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മുമ്പിൽ കണ്ടോ ഒരു പേർപ്പിൾ ഷർട്ടിട്ട ആളിങ്ങനെ സംസാരിച്ചു. അയ്യോ എനിക്കറിയത്തില്ലല്ലോ നിങ്ങളെ, നീ എന്താണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് പോവും അവിടെ നിന്നൊക്കെ എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ എന്താ പറ്റിയതെന്ന് ഞാൻ അടുത്ത വീഡിയോയിലായിട്ടൊരു വീഡിയോ ഇടാം. എന്ന് വെച്ചാൽ ഞാൻ വേണമെങ്കിൽ ഇപ്പം തന്നെ ഇടാം ഗൈസ്, എനിക്കറിയത്തില്ല. അതിന് വേണ്ടി എനിക്കൊരു ഷൂട്ടുണ്ടായിരുന്നേ. ഞാൻ ഫ്ലവർ ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ വന്നപ്പോൾ എനിക്കൊരു ഡോറ് കിട്ടും, അതിനെ തുറന്നു കഴിയുമ്പോൾ എനിക്കൊരു ഷൂട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷൂട്ടൊക്കെ തന്നെ കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞപ്പോൾ അടുത്ത വേറൊരു ഷൂട്ട് വന്നു. അതും കൂടെ നമ്മളൊന്ന് അറ്റൻഡ് ചെയ്ത് കേട്ടോ. നമ്മുടെ ഒരു വൈറ്റ് പ്ലസ് ബ്ലൂ കളറിലൊരു ഇതായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ കഴിഞ്ഞ് അടുത്ത പാട്ട് വന്നതായിരിക്കും. പിന്നെ വെറുതെ ഒരു വീഡിയോ ഇടുക ആ പട്ടിക്കുട്ടിയെ കുറിച്ച് പറയണം. അപ്പോൾ ഇത്ര അപ്പോൾ ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ പട്ടിക്കുട്ടിയുടെ വീഡിയോ ഞാൻ ഇന്ന് ഇടാൻ നോക്കാം. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ വേറൊരു പാർട്ടായിട്ട് ഇടാൻ നോക്കാം. പക്ഷെ പട്ടിക്കുട്ടിയുടെ വീഡിയോ പാർട്ടല്ലേ, വേറൊരു പാർട്ടല്ല അത് പട്ടിക്കുട്ടിയെ കുറിച്ച് എങ്ങനെയാണ് വന്നത് അതൊക്കെ പറയാനാണ്. അപ്പം ഇത്രയും ഇൻഷോട്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞവർ രാത്രിയാവും, അതുകൊണ്ടാണ് ഇൻഷോട്ട് ക്രിയേറ്റ് ആവാൻ രാത്രിയാവും. അപ്പോൾ എന്തായാലും ഞാൻ വേറൊരു വീഡിയോ ഇടാൻ നോക്കാം. അപ്പോൾ അവിടെ മഴയുണ്ടോ ഗൈസ്, കമൻറ്റ് ചെയ്യണേ മഴയുണ്ടെങ്കിൽ പട്ടിക്കുട്ടിയുടെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും ടാറ്റാ ബൈ ബൈ, സീ യു.